ഈ വീഡിയോയിൽ നമുക്ക് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്നുള്ള പോയം ഡിസ്കസ് ചെയ്യാം. ഡെറക് വാൾക്കോട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു കരീബിയൻ റൈറ്ററാണ്. ഒരു മിക്സഡ് ആഫ്രിക്കനും യൂറോപ്യൻ ഹെറിറ്റേജും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ഡെറക് വാൾക്കോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ ട്രൈബ്സും അവിടുത്തെ കൊളോണിയലിസവും ആഫ്രിക്കൻ കോളനികളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളും അവിടുത്തെ ജനങ്ങൾ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതിനെക്കുറിച്ചൊക്കെ ഡെറക് വാൾക്കോട്ടിന് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, അതിനെതിരെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലൂടെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ് ഡെറക് വാൾക്കോട്ട്. അപ്പോൾ ഈ ഒരു ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നത് കെനിയയിലുള്ള മാവു അപ്രൈസിങ്ങിനെ കുറിച്ചാണ്. ഈ മാവു അപ്രൈസിംഗ് എന്ന് പറയുന്നത് കെനിയയിൽ കിക്കുയു എന്ന ഒരു വിഭാഗം ട്രൈബ്സാണ്. ആ ട്രൈബ്സ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് എഗെയിൻസ്റ്റായിട്ട് നടത്തിയിട്ടുള്ള റെബല്യനെയാണ് ഈ മാവു റെബല്യൻ അല്ലെങ്കിൽ മാവു അപ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു അപ്രൈസിങ് ആണ് ഫാർ ക്രൈ ഫ്രം ആഫ്രിക്കയിലെ സമ്മറി ആയിട്ട് വരുന്നത്, മീൻസ് അതിൻ്റെ തീമായിട്ട് വരുന്നത്. നമുക്ക് പോയം നോക്കാം. എ വിൻഡ് ഈസ് റഫ്ലിംഗ് ദ ടോണി പെൽറ്റ് of Africa, Kikuyu quick as flies, batten upon the bloodstream of the wet. അതായത് ആഫ്രിക്കൻ പുൽമേടുകളിലൂടെ കാറ്റ് വീശുകയാണ്. അവിടെ കിക്കുയു എന്ന് പറയുന്ന ഈ ട്രൈബ്സ്, ആ ഒരു വിഭാഗത്തിലുള്ള ട്രൈബ്സ്, ക്വിക്ക് ആസ് ഫ്ലൈസ്, അവർ എത്ര വേഗത്തിലാണ് പറക്കുന്നത്, ഫ്ലൈസ് ഈച്ചകളെ പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാറ്റൺ അപ്പോൺ ദി ബ്ലഡ് സ്ട്രീം ഓഫ് ദ വെൽറ്റ്. അവർ എങ്ങനെ ശക്തമായിട്ട് അവരുടെ ആ ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രിയെ അറ്റാക്ക് ചെയ്യാണ്. ക്രോപ്സസ് ആർ സ്കാറ്റേർഡ് ത്രൂ എ പാരഡൈസ്. അവിടെ മുഴുവനും ഈ റെബല്യനിൽ ധാരാളം കോപ്സസ്, ഡെഡ് ബോഡീസ്, അവിടെ എല്ലാം ആ പുൽമേടുകളെല്ലാം, ഒരു കാലത്ത് മനോഹരമായിട്ടുള്ള ആ പുൽമേടുകളെല്ലാം ഇപ്പോൾ ഡെഡ് ബോഡീസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് അവിടെയായി ചിന്നിച്ചെതറി കിടക്കുന്നുണ്ട്. ഓൺലി ദ വേം കൊളോണിയൽ ഓഫ് കാരിയൻ ട്രൈബ്സ്, അവിടെ എന്ത് മാത്രമാണുള്ളത്, വേംസ്, അതായത് ഡെഡ് ബോഡീസൊക്കെ അവിടെ കിടന്ന് അഴുകിയിട്ടും അങ്ങനെ വേംസ് ആണ് അവിടെ കൂടുതലായിട്ടും ഇപ്പോൾ കാണാൻ പറ്റുന്നത്. വേസ്റ്റ് നോ കമ്പാഷൻ ഓൺ ദി സെപ്പറേറ്റ് ഡെഡ്. Statistics justify and scholars seize the salience of colonial policy. അപ്പോൾ ഈ ഒരു എന്താണ്, സ്വന്തം രാജ്യത്തോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു പാട്രിയോട്ടിസമാണ്, സ്വന്തം രാജ്യത്തോട്, സ്വന്തം ട്രൈബ്സിനോട് ഒക്കെ ഉള്ള ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് ഇവർ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ്, പ്രത്യേകിച്ചും ഈ ബ്രിട്ടനോട് ഈ ട്രൈബ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്കോളേഴ്സും ഒക്കെ തന്നെ അതിൻ്റെ കണക്കുകളെ ജസ്റ്റിഫൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ എത്ര പേര് മരിച്ചിട്ടില്ല, അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഈ സ്കോളേഴ്സ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ കൊളോണിയൽ പോളിസിയെക്കുറിച്ചുള്ള ന്യായീകരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ടു ദ വൈറ്റ് ചൈൽഡ് ഹാങ്ഡ് ഇൻ ബെഡ്. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ നേരിടുന്നത് ആരാണ്, ഇവിടെ ഈ ആഫ്രിക്കയിലുള്ള ബ്ലാക്സ് ആണ്, അവിടുത്തെ നീഗ്രോസ് ആണ്, അവിടെയുള്ള ട്രൈബൽ പീപ്പിൾസ് ആണ്. അല്ലാതെ ഇതുകൊണ്ട്, ഈ കൊളോണിയലിസം കൊണ്ട് ഒരു വെള്ളക്കാരനും അവരുടെ മക്കൾക്കും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നില്ല. ടു സാവേജസ് എക്സ്പെൻഡബിൾ ആസ് ജ്യൂസ് thrust out by beaters, the long rushes break in a wide dust of abysses whose cries have wheeled since civilization dawn. ഇനി അടുത്ത പറയുന്നത് എന്താ, ഈ നേറ്റീവ് ആഫ്രിക്കൻസിനെ കുറിച്ച് ആരും തന്നെ അവരെ സാവേജസ് ആയിട്ടാണ് പറയുന്നത്. സാവേജസ് മീൻസ് അവർ ഒരു സിവിലൈസ്ഡ് അല്ല, കൾച്ചേർഡ് അല്ലാത്ത ആൾക്കാരായിട്ടാണ് ആഫ്രിക്കൻസിനെ കൂടുതലായിട്ടും പറയുന്നത്. ഇനി അവരെ ഹു ആർ സീൻ ആസ് വർത്ത്ലെസ് ജ്യൂസ് ഇൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ്. അങ്ങനെ എങ്ങനെയാണോ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഈ ജൂതന്മാരെ ജർമ്മൻസ് കണ്ടിട്ടുണ്ടായിരുന്നത്,
അതുപോലെയാണ് ഈ കിക്കുയു എന്ന ട്രൈബ്സിനെ അല്ലെങ്കിൽ ആഫ്രിക്കൻസിനെ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് കാണുന്നത്. ഇനി അടുത്ത പറയുന്നത് ഷേക്കൺ ബൈ ഫാമേഴ്സ് ദ ഡസ്റ്റ് ഈസ് ആക്ച്വലി ഫ്ലാപ്പിംഗ് ഓഫ് ഇബിസസ് വൈറ്റ് ലോങ് ലെഗ് ബേർഡ്സ്. അത് ഇബിസസ് എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ കാണുന്ന ആ ഒരു ലോങ് ലെഗായിട്ട് നീളൻ കാലുകളുള്ള പക്ഷികൾ. അവിടെ എന്താണ്, ഫാമേഴ്സിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പാടങ്ങളെല്ലാം വയലുകളെല്ലാം എന്താണ് കൃഷി ചെയ്യാതെ കിടക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ പക്ഷികളെല്ലാം തന്നെ എന്താണ് ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം ഈ ഒരു യുദ്ധം കാരണം, റെബല്യൻ കാരണം. ആൻഡ് ഓവർ ദ ഷാലോ റിവർ ഓഫ് ദി പ്ലെയിൻ ഫുൾ ഓഫ് അനിമൽസ്. അവിടെ കൂടുതലും വൈൽഡ് അനിമൽസ് കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഈ കെനിയയിലെ കിക്കുയു ട്രൈബ്സ് താമസിക്കുന്ന ആ പ്രദേശം. ഇവരെല്ലാം തന്നെ അവിടെയൊക്കെ തന്നെ നമുക്ക് എന്തിനെ കാണാൻ പറ്റും, ഒരു കാലത്ത് അനിമൽസ് നിറഞ്ഞാണ്. പക്ഷെ ആ സ്ഥലങ്ങളെല്ലാം ആര് ഇപ്പോൾ കയ്യേറിയിരിക്കുകയാണ്, ബ്രിട്ടീഷ് കോളനൈസേഴ്സ് കയ്യേറിയിരിക്കുകയാണ്. ഇനി അവിടെയുള്ള ഹ്യൂമൻസ് എന്ന് പറയുന്നത് അവരെ തന്നെ അല്ലെങ്കിൽ അവരുടെ ആ ട്രൈബ്സിലുള്ള ആൾക്കാർ തമ്മിൽ ഒരു യൂണിറ്റിയും ദൈവത്തിനെ പോലെയാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. മനുഷ്യർ എന്താണ് വിചാരിക്കുക, അവർ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത്, മനുഷ്യത്വം എന്നുള്ളത്, ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും മനുഷ്യരുടെ മാത്രം പ്രത്യേകതയാണ് അല്ലേ. അതായത് സ്വന്തം വർഗത്തോട് അവർ എന്ത് ചെയ്യണം, ഒരു സ്നേഹം കാണിക്കണം. പക്ഷേ ഇവിടെ ഈ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് ഇവരോട്, ഈ ആഫ്രിക്കൻ ട്രൈബ്സിനോട് അങ്ങനെയുള്ള ഒരു ദയവും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ള പീപ്പിൾസ് എന്തുപോലെയാണ്, അവിടെയുള്ള ആൾക്കാർ ഏതുപോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അനിമൽസ് എങ്ങനെയാണോ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെയാണ് അവരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് അവർ എന്താണ് ഡ്രമ്മുകളൊക്കെ ഈ കോപ്സസ്, ഡെഡ് ബോഡീസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡ്രമ്മിലാണ് അവർ കൊട്ടുന്നതും അതുപോലെ ഡാൻസ് ചെയ്യുന്നതും. എന്ന് വെച്ചാൽ എല്ലായിടത്തും ഡെഡ് ബോഡീസ് ആണുള്ളത്, അവിടെ അവർ നൃത്തം ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു റെബല്യൻ്റെ ആ ഒരു തീവ്രത എത്രമാത്രം, അത് ആ യുദ്ധം അത്രയ്ക്കും എന്താ പറയുക ക്രൂരമായിരുന്നു. ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് കോളനി അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് ട്രൈബ്സിനോട് എന്തുമാത്രം ക്രൂരതയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം ഈ ട്രൈബ്സ് കോളനൈസേഴ്സിൻ്റെ ആ ഒരു ഭരണത്തിന് കീഴിൽ അവർ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം സഹനം അവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ കോളനൈസേഴ്സിൻ്റെ ആ ഒരു ബ്രൂട്ടൽ ഐഡിയയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി എല്ലാം അവർക്കെന്ന് പറയുന്നത് ഈ മേഖലകൾ മുഴുവനും, ആഫ്രിക്കൻ കൺട്രീസ് മുഴുവനും ബ്രിട്ടൻ്റെ കൺട്രോളിലാക്കണം. അവിടെയുള്ള ആൾക്കാരെ അവിടുന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിൾ, അവിടെ തന്നെയുള്ള ആൾക്കാരെ ഇവരുടെ അടിമകളാക്കി മാറ്റണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇനി അങ്ങനെ പക്ഷേ ഈ വയലൻസിനെയൊക്കെ സ്കോളേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൊളോണിയലിസം അല്ലെങ്കിൽ ഇമ്പീരിയലിസം ആണ് എന്ന പേരിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ എന്ത് ചെയ്യുന്നുണ്ടോ, അവരുടെ ഹാൻഡ്സ്, അവരുടെ കറ പുരണ്ട കൈകൾ അവർ ഡേർട്ടി നാപ്കിൻ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. അവരെ ആർക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരോട് ആർക്കും തന്നെ ഒരു സിമ്പതി തോന്നേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എവിടെയൊക്കെ റേസിസം ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയൊക്കെ കൊളോണിയലിസം ഉണ്ടോ, അതേപോലെ തന്നെ ആണ് ഏതൊക്കെ രാജ്യങ്ങളെ ഈ ബ്രിട്ടൻ അവരുടെ കോളനി ആക്കിയിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇതെല്ലാം തന്നെ നടക്കുന്നുണ്ട്.
ഇനി പോയിട്ട് പറയാണ്, ഐ ആം പോയ്സൺ വിത്ത് ദ ബ്ലഡ് ഓർ ഹെറിറ്റേജ് ഓഫ് ബോത്ത് കോളനൈസർ ആൻഡ് കോളനൈസ്ഡ്. എന്ന് വെച്ചാൽ ഡെറക് വാൾക്കോട്ട് ഒരു കോളനൈസറുമാണ് കോളനൈസ്ഡുമാണ്. കാരണം ആഫ്രിക്കൻ ഒറിജിനാണ്, ആഫ്രിക്കയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ഇംഗ്ലണ്ടിൽ താമസിക്കുന്നത് കൊണ്ട് രണ്ടിൻ്റെ ആ ഒരു ഹെറിറ്റേജും അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിലും രാജ്യത്തിനോടും അദ്ദേഹത്തിന് ആ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട്. ഏത് സൈഡിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ എൻ്റെ ഞരമ്പിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണോ എന്നുള്ളത് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ഡെറക് വാൾക്കോട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെ എതിർക്കുന്ന ഒരാളാണ്. ആരെപ്പോലെയാണ് അദ്ദേഹം പറയുന്നത്, ഡ്രങ്കൺ ആർമി ഓർ പോലീസ് ഓഫീസർ, ഒരു മദ്യപിച്ചിട്ടുള്ള ഒരു ആർമിയിലുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ്. അതായത് എന്താണ് എന്നുള്ളത്, ആർക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്നില്ല. African people, how can I choose between African people and the English language that I love so much? ആഫ്രിക്കൻ പീപ്പിളിൻ്റെ ഒപ്പം ഞാൻ നിൽക്കണോ, അതോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ലാംഗ്വേജിനൊപ്പം നിൽക്കണോ? ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം നിൽക്കണോ? ഹൗ ക്യാൻ ഐ ബിട്രേ ബോത്ത് ഓഫ് ദം? ഞാൻ എങ്ങനെ ഇവരെ രണ്ടുപേരെയും ചതിക്കാൻ പറ്റും? ആഫ്രിക്കക്കാരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ ബ്രിട്ടനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കാം. ഇനി ബ്രിട്ടൻ്റെ ഒപ്പം നിന്നാൽ അത് സ്വന്തം മാതൃരാജ്യമായിട്ടുള്ള ആഫ്രിക്കയോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കാം. ഇനി ഹൗ ക്യാൻ ഐ ഗീവ് ഈച്ച് ഓഫ് ദം വാട്ട് ദേ ഹാവ് ഗിവൺ മീ? അവരെന്താണോ എനിക്ക് തന്നിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങളും എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, അപ്പോൾ ആ സ്നേഹം എനിക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ അതെങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് പോയിട്ട് പറയുന്നത്. ആൻഡ് ഹൗ ക്യാൻ ഐ ഫേസ് ഓൾ ദിസ് വയലൻസ് ആൻഡ് റിമെയിൻ കാം? പക്ഷേ എൻ്റെ മുൻപിൽ ഇത്രയും വയലൻസ് നടക്കുമ്പോൾ ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും, ഒന്നും പ്രതികരിക്കാതിരിക്കും? ഹൗ ക്യാൻ ഐ ഫോർസേക്ക് ആഫ്രിക്ക ആൻഡ് കീപ്പ് ഓൺ ലിവിങ്? എങ്ങനെ ഞാൻ ആഫ്രിക്കയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് ഞാൻ എൻ്റെ ജീവിതം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പോയത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അത് പോയിറ്റിന് രണ്ട് സൈഡിലും ആഫ്രിക്കയുമായിട്ടും കണക്ഷൻ ഉണ്ട്, ഇംഗ്ലണ്ടുമായിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റിനെ അദ്ദേഹം എങ്ങനെ കാണുന്നു, ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ആഫ്രിക്കയെ സപ്പോർട്ട് ചെയ്യണോ അതോ ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, എൻ്റെ വെയിൻ എനിക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് അദ്ദേഹം പറയാണ്. പോയറ്റിൻ്റെ ആ ഒരു ഡിലെമ, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കെനിയയിലെ ഈ കിക്കുയു എന്ന ട്രൈബ്സ് അവരുടെ ആ ഒരു ഗറില്ല വാറാണ് അവർ നടത്തുന്നത്. ഒളിപ്പോര് യുദ്ധമാണ് ഈ ട്രൈബ്സ് നടത്തുന്നത്. ഈ ഇംഗ്ലീഷ് സെറ്റിലേഴ്സായിട്ട് ഏകദേശം 8 വർഷത്തോളമാണ് അവർ ഈ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ ഒരു റെബല്യനെ അതിക്രൂരമായിട്ടാണ് ഇതിനെ നേരിട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ വളരെ ക്രൂരമായിട്ട് ഈ കിക്കുയു ട്രൈബ്സിനെ ഇല്ലാതാക്കുകയാണ് ബ്രിട്ടൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ തീം അല്ലെങ്കിൽ സമ്മറി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കേൾക്കുക. എക്സാം ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും നോക്കട്ടെ, പറ്റുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പറ്റുന്ന ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞാലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി വരുന്നവർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുമല്ലോ.